എടാ ഒന്ന് ചായ കുടിക്കട്ടെ നമുക്ക്. ചുമ്മാ സംസാരിക്കും. ചായ എടുത്തിട്ടോളാം. ഞങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഞങ്ങളോട് കേൾക്കാൻ പറ്റും. അതുപോലെ ആക്ടിങ് ആണോ? സോ ഗൈസ് നമ്മുടെ ഇത് ട്രേഡ് മാർക്കില്ലല്ലോ അതിന്റെ പേര്. അതെ നിന്റെ ഇഷ്ടം. സോ ഗൈസ് വെൽക്കം. മറ്റേ വിദ്യാഭ്യാസ കുറവുള്ളവർ അങ്ങനെ പറയണം അല്ലടാ. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നീ പറ പറയണ. ചായ കുടിച്ചിട്ടോ? സോ ഗൈസ് ഒരു മിനിറ്റ് നമ്മള് ബിസ്ക്കറ്റ് എടുത്തിട്ടോടാ. ഞാൻ പറയാം. ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ക്രാക്ക് ജാക്കാണോ? ഇൻട്രോ പറ. നമുക്ക് 300 ഒരുമിച്ച് പറഞ്ഞാലോ? ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഡേ 14 ആണ്. വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ദിവസം വരാറുള്ള ബ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ റിയാലിറ്റിയാണ്. എന്ത് വരുന്ന അപ്പോൾ പറയാം. ഈ ബൈക്കൊക്കെ പോയപ്പോൾ ശബ്ദം ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ എന്തേ പറയണേ. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചായ കുടിക്കാം അല്ലേ, ആർട്ടിഫിഷ്യൽ ആയിട്ട്. സോ അതാണ് ബ്ലോഗ് വരുന്നത്. സോ മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ഡിസ്ചാർജ് ആയിരിക്കും. സോ കറന്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിക്കുകയാണ്. സോ നേരത്തെ ഞാൻ വരെയായിരുന്നു, ബട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. കുടിക്കഞ്ഞില്ല. സോ ഇനിയിപ്പോ 1 ഡേ റിമൈനിങ് ആണ്. അപ്പോൾ 1 ഡേ കൂടി കഴിയുമ്പോൾ നമ്മള് ഡിസ്ചാർജ് ആവുമായിരിക്കും. പാർലേജിനേക്കാൾ പിന്നെ ചായ ചായ നല്ല ചായ എടുത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങളൊരു ഒരാഴ്ചയായിട്ട് ഒരു ദിവസം കൂടി കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയി. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ഓക്കെ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പ്രോപ്പറായിട്ട് ആയിട്ടില്ല. വി നീഡ് ടു ടേസ്റ്റ്, we need to rest around 1 month. ഇടയ്ക്ക് ക്യാമറയിലേക്ക് കുഴപ്പമുണ്ടോ? ഈ സിനിമയിലൊക്കെ അഭിനയിക്കും ക്യാമറ നോക്കാൻ പാടില്ലെന്ന് പറയാൻ ശരിയാണ്. റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവുമായിരിക്കും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആവട്ടെ. സോ എനിബഡി വാച്ചിങ് ഫ്രം തൊടുപുഴ, ആരെങ്കിലും തൊടുപുഴ വാച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ തൊടുപുഴയിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊരു കടയുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഇവനെ കാണാൻ വേണ്ടിട്ട് വന്ന, പക്ഷെ ഈ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് വന്നിപ്പോ റെഗുലർ കസ്റ്റമറായി. ഞാനിവിടെ നടക്കുന്ന വരെ നല്ല ചായ കുഴപ്പമില്ല. നാളാണോ തോന്നുന്നു പറയുന്നത്. നീ പറയുമ്പോ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി വരിക. നമ്മള് വീഡിയോ ഒരു ഒത്തിക്കുന്നുണ്ട്. എന്താ പറയാ, ആക്ച്വലി നല്ല ചായ. ഞാനാണ് ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് മസാല ചായ തോന്നുന്നു. അതിൽ ഏതൊക്കെ ഒരു മസാല ചായയാണ്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെയ്യണേ. ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് ഒന്നുണ്ട്. പൈസ കയറിയോ? പക്ഷെ അത് ഞാൻ ചെയ്യുമ്പോ മണ്ടരല്ല. ആർക്കെങ്കിലും പൈസ നോക്കണ്ടായി അറിയുമ്പോ പറയണില്ല പൈസ ഒന്നും. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ട. നമുക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ? കൈൻഡ് ഓഫ് കോമഡി ആണ്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവും. പൈസ പോയത് വന്നോ? അല്ല വേറെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ലേ? ഞാൻ തുടങ്ങിയപ്പോഴല്ലേ
ഭയങ്കര നെഗറ്റീവ് വരും നിങ്ങളെ പോലുള്ളവർ. അങ്ങനല്ല ഞാൻ നിന്റെ കാര്യം ചോദിച്ചു. ഞാൻ നിന്റെ കാര്യം ചോദിച്ചു. സംസാരിക്കാനാണോ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണോ? അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. അതായത് ഒന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോ ഇടുക, അതാണ് ഫസ്റ്റ് തിങ്. ബാക്കിയുള്ളതൊക്കെ സമയം എടുത്ത് തരും. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക. വേറെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ആലോചന വേണം, ബട്ട് ഒത്തിരി ആലോചിക്കാൻ പോയിട്ട് ഒരു കാര്യം നടക്കില്ല. ആൾക്കാർ ചുറ്റും പോയി എടാ ഞാനിവിടെ അതിന്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന വ്ളോഗായിരുന്നു. ആ സമയത്ത് ഞാൻ കൈ വറച്ചുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ മറ്റേ മണിയൊക്കെ ഇടിക്കില്ലേ, സോ ആ രീതിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും രാവിലെ 7 മണിക്കാ. അപ്പൊ എല്ലാരും നോക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് വിചാരിക്കുന്നുള്ളൊരു സംഭവം ഉണ്ട്. ബട്ട് ഇങ്ങനെ അത് പയ്യെ മാറും. ഇപ്പോഴാണ് സത്യം പറയുന്നത് 3ാമത്തെ വ്ളോഗ് ഇപ്പൊ ചെയ്തത്. ഇത് ചെയ്യാൻ പ്ലാൻ ആയിട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ വെറുതെ ചെയ്തേ. ആരെങ്കിലും കാണുവാണെങ്കിൽ കാണിക്കാൻ തന്നെ. അതെ, ഇപ്പൊ നമ്മളെ പോലെ പണിയില്ലാണ്ട് എത്ര പേരുണ്ടായിരിക്കും. അതിന്റെ എന്താ നിന്റെ എയിം എന്താ, നീഷ് എന്താണ് ചെയ്യാനുള്ള? സീക്രട്ടാ, എന്നിട്ട് അവൻ ചാമ്പ്യനാണ്. ഇവൻ പെട്ടെന്ന് ചായ കുടിച്ച് തീർക്കുക. ഞാനും ചായ ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു കുടിക്കണം. എന്നാൽ ഈ ചായക്ക് ആരാ കണ്ടുപിടിച്ചേ? ആസ്വദിച്ചോണ്ട് എന്തോ ചാടി അത് കോപ്പിറൈറ്റ് അല്ല കോപ്പി അടിച്ചോ. അതെ, ആശ്വാസനൊക്കെ ഇൻഫ്ലുവൻസ് നമ്മൾ ചായ കുടിക്കണം. ഞാൻ ചായയുടെ ഉള്ളിലോട്ട് ഇവിടെ ഇപ്പൊ എത്ര ചായ കട ഉണ്ടോ? ചായ സ്കോർ ഉണ്ട്. ഞാൻ പറയാം, ചായ സ്കോർ, 90s കോട്ട, കഫേ 24. കഫേ 24 മൂവാറ്റ, സോറി, നമ്മുടെ മങ്ങാട്ടിലെ ടീ, പിന്നെ ചായപ്രേമി, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡഗ്ഔട്ട്. പിന്നെ ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ട് നല്ല ചായ ഉള്ള പിള്ളേരുടെ പിള്ളേരുടെ ബൈപ്പാസിൽ ഒരെണ്ണം വരുന്നുണ്ട്. ആരുടെയാണ് വരുന്നത്? ഷോർട്സ്. നമുക്ക് ചായ തുടങ്ങിയാലോ? വേറെ ചായക്കടകൾ ഇവിടെ നല്ല ചായക്കട. പിന്നെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു മക്കറണ്ണന്റെ അറിയോ? ഇവിടെ ഉണ്ട്, പക്ഷെ ഇന്ന് രാവിലെ കിട്ടിയ ചായ ഇതിൽ അടിപൊളിയാണ്. പിന്നെ മെയിൻ ചായക്കട ഇത് കേരള കഫേ. ഇതിപ്പോ പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്ത ഇവിടെ അല്ല, എന്റെ വിദ്യാഭ്യാസം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ല ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉള്ളില് കഫേ, കേരള കഫേ. നല്ല ചായയാണ്. ആസോഫിന് ഇവിടെ 10 രൂപയാണ് ചായക്ക്. ഈ ഒരു ടൈമിൽ മോർണിംഗ് 7 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈവനിങ് 7 വരെ ഉണ്ട്. ആ ഒരു സമയത്ത് 10 രൂപ ചായക്ക് 10 രൂപ. 10 രൂപ ആസോഫിന് 10 രൂപയാണ്. ഇനി കൂട്ടൂലെന്നറിയില്ല, മേ ബി കൂട്ടാണ്ടിരിക്കാം. 10 രൂപയ്ക്ക് ഓക്കെയാണ്. തീർന്നുപോയി. കടം തീർത്തുട്ടോ. 10,000 കട ഉണ്ടായിരുന്നു. ഇത് കത്തില്ല, ഞാനൊക്കെ കൊണ്ട് കത്തും. ഫോറസ്റ്റ് ഓഫീസറിന്റെ മോനാട്ടോ. പിന്നുള്ളതാണോ നമ്മുടെ നാട്ടിലൊക്കെ കൈ ഇറങ്ങണ നിങ്ങൾക്ക് രണ്ടും നല്ല പേടിയുണ്ട്. നിങ്ങളുടെ മുഖത്ത് എനിക്കൊരു പേടി. എനിക്ക് ആദ്യം പേടിയുണ്ട്. ഇത് പറഞ്ഞപ്പോ പേടിയാണ്. അല്ലല്ല, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞാൻ വോയിസ് ഓവർ എടുത്തു തുടങ്ങിയ സമയത്ത് ഇതിന്റെ ആയിരുന്നു അവസ്ഥ. ഞാൻ എങ്ങനെ പറയുന്നവർക്ക് ഇതിപ്പോ എനിക്ക് റെക്കോർഡ് ചെയ്യണ പോലെ ഫീലിങ്സ് ഇല്ല. കാരണം അപ്പൊ വേറെ ആൾക്കാര് പക്ഷെ ആൾക്കാർ നോക്കണം, അവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എത്ര പേര് ഇങ്ങനെ കുറച്ച് പേരല്ലേ നമ്മുടെ തൊടുവിലുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ വലുതായിട്ട് വരണം. പിന്നല്ലാണ്ട് മുങ്ങിയാണ്. ഹലോ ഗൈസ്, ക്യാമറ കാണാത്തോണ്ടാന്നേ. അല്ല, ക്യാമറ നമ്മളല്ലെങ്കിൽ ക്യാമറ അല്ലേ കാണുള്ളൂ.
ഈ കാട്ടിലൊക്കെ കാറ് പോകാൻ പിള്ളേര് ഇത് നോക്കി നല്ല രസമല്ലേ ഈ ഫോണിൽ വീഡിയോ എടുത്തപ്പോ അല്ലേ? അത് അടിപൊളിയല്ലേ? ഞാൻ കൊണ്ടുവന്നല്ല, എനിക്കിപ്പോ ആപ്പിൾ ഇല്ലാത്തോണ്ട്. ഇതിപ്പോ ഇങ്ങനെ ചെച്ചു പിടിച്ച് കഴിഞ്ഞാൽ അതെ അതെ ഫുള്ളാ നല്ല ഐഫോൺ ഇടാൻ എന്റെ ഈ ഫോണിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല, ഇതൊരു ക്ലാരിറ്റി കിട്ടില്ല. ഇപ്പൊ ഞാൻ അതിനകത്ത് പിടിച്ചു നോക്കി ഇത് വേറെ അത് തന്നെ വലുതായതാണത്. അത് വലുതാകാൻ പറ്റും. ആ കൊണ്ടുവന്ന സാധനം ശാസ്ത്രത്തിന് നമ്മളല്ലോ നമ്മളിതിലേക്ക് ഇറങ്ങിയാലേ പുതിയ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് മേടിക്കാം. ഏത് ഹോളിലാൻഡ് ആണോ? മറ്റേ ഇങ്ങനെ ഹോളിലാൻഡ് മാർക്കാ ഞാൻ അവിടെ പിടിച്ച് പോയി കാണുമോ? 10 മീറ്റർ 20 മീറ്റർ കണ്ടിട്ട് 30 മീറ്റർ 20-30 മീറ്റർ പിന്നെ അത്രയും പോയിട്ട് തന്നെ കേട്ടല്ലോ നമ്മളെ കണ്ട് ക്യാമറയിൽ. ഞാൻ വേറൊരു ക്യാമറ ഉണ്ട്, നിങ്ങൾ എഴുതി വെച്ചു രക്ഷോടും. ചെയ്തുകൂടെ എഴുതിക്കോ. അതൊക്കെ ഇടയിലോ തുറപ്പം കുച്ചിട്ട് അതായിക്കണോ ഫസ്റ്റ് തുടങ്ങുമ്പോ നിങ്ങൾ എഴുതി വെച്ചു രക്ഷോടും. എല്ലാരും പറഞ്ഞോ വേണ്ട ഉള്ളത് മതി. ഞാൻ പറഞ്ഞത് ഈ സംഭവം ഫസ്റ്റ് വ്ളോഗ് ഇട്ട എക്സ്പീരിയൻസ് പറഞ്ഞിട്ടത് 30 മിനിറ്റിന്റെ വീഡിയോ ഇട്ട് 8 പേര് കാണും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 8 പേര് കാണുന്ന വാർത്ത. ബട്ട് ഇതിപ്പോ 800 വരെ പോടാൻ മാറി 8,000 അല്ല. അത് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ കുറച്ചിട്ടായിരുന്നു. അത് അറൗണ്ട് 90,000 പേര് കണ്ടു. യൂട്യൂബിൽ ആ വീഡിയോ ലോങ് വീഡിയോ ഒക്കെ നമ്മുടെ ആര് കാണാനായിട്ടാ അറൗണ്ട് 2K. പക്ഷെ ഈ വീഡിയോ കുറെ പേര് എന്നെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ കാണും. ഓടിച്ചു വിട്ടു വിടുമായിരിക്കും. ഓടിച്ചിട്ട് വന്നാൽ മതി, ഓടിച്ചിട്ട് വന്നാൽ മതി. കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. എങ്ങനെ കൊള്ള പറയാം, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ വ്ളോഗ് എടുക്കാം, ഒരാളെ പ്രോത്സാഹിപ്പിക്കാം, ചായ കുടിക്കാം, ബൈക്ക് മാറ്റി നമുക്കൊരു നന്മ ചെയ്താലോ. ഇതെടുത്തോണ്ട് ഇങ്ങനെ ഇന്നലെ പുള്ളി സാനിറ്റൈസർ വായിലൊക്കെ അടിച്ചിട്ടില്ല. ഞാൻ പോയ മൈക്ക് പോലെ എവിടെ കൊണ്ടുപോയി. ഇത് ആരാണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം ജസ്റ്റ് ആസ്കിംഗ് വാട്ട്സ് യുവർ നെയിം ബ്രോ? വെരി ഫ്രം തൊടുപുഴ. നമ്മളെങ്ങനെയാണ് പരിചയപ്പെട്ടത്? സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവർ രണ്ടുപേരും എൻ്റെ പ്ലസ് 2 ആയിട്ടാണ്. ഇവരെനിക്ക് അറിയില്ലായിരുന്നു ബേസിക്കലി. ഇതിന് ഞാൻ 8ാം ക്ലാസ് പോലെ പഠിക്കും. 8ാം ക്ലാസ് അല്ല, 7ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ബട്ട് ഇവൻ വേറെ ഡിവിഷനായിരുന്നു, ഞാൻ വേറെ ഡിവിഷനായിരുന്നു. 9, 10 ഒരുമിച്ച് പഠിച്ചത്. 9, 10, +1, +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അല്ലടാ, ഡിഗ്രിയിൽ ഇതിന് അഡ്മിഷൻ കിട്ടില്ല. എനിക്ക് പിന്നെ വിദ്യാഭ്യാസം കൂടുതലാണ്. എനിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടി. എനിക്കവിടെ കിട്ടി അല്ല കോളേജിൽ പെരുമ്പിളിച്ചറ. ആർക്കും വേണ്ട അവിടെ. സോ ഇവനെ എനിക്ക് അറിയാൻ കണ്ടുപരിച്ചുണ്ടായി സ്കൂളിൽ പഠിച്ച സമയത്ത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷെഫിൻ്റെ പരിപാടിയൊക്കെ നിർത്തി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നടന്നു. കുറച്ചാൾ ഇവൻ ജിയോയിൽ കയറി. അവിടെ സിമ്മൊക്കെ അടിച്ചു കൊടുക്കാനുള്ള സ്കൂളിൽ. അപ്പോൾ ഇവൻ്റെ ഓഫീസും എൻ്റെ ഓഫീസും അടുത്തടുത്താണ്. അപ്പം അതിൽ അപ്പോൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഇവൻ ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ഇവനെ അങ്ങനെ വേണ്ട. അപ്പോൾ ഇവൻ നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അതായത് ഇവനിപ്പോൾ ഒരുമിച്ചാണ് എന്താ പറയുക ജോലി ചെയ്യുന്നത്. സോ പയ്യപ്പയ്യ ഞാനിവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോയി. പക്ഷെ ഞങ്ങളിങ്ങനെ അടുത്തടുത്ത് പയ്യെ അപ്പൊ ഞാൻ പോകുമ്പോഴത്തേനും ഇമാരെന്റെ ഇങ്ങനെ വരും. സ്നേഹം എന്താ ചെയ്യാൻ? അതെ അതെ, കൊടുക്കുക വാങ്ങും. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ നിൽക്കട്ടെ അല്ലേ? ഞാൻ ഇങ്ങോട്ട് പോകും. കൂട്ടാ. സോ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ്. പക്ഷെ ഇനിയും 3 ദിവസം ഡിസ്ചാർജ് 3 ദിവസം അല്ല, ഇനി 2 ദിവസം. ഒരു ദിവസം എന്താടാ ഡിസ്ചാർജ് ആയിട്ട് റീഹാബിൽ റെസ്റ്റ് എടുക്കണം. ആക്ച്വലി ഇവര് പറഞ്ഞത് ഇപ്പോൾ 1 മാസത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മളൊരു ഒരു 2 മാസം റെസ്റ്റ് എടുക്കും. 2 മാസം 15 ദിവസമല്ലേ ഉള്ളൂ. ഒരു 30 ദിവസം അത് പ്രോപ്പർ പോയി കിടക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രെങ്ത് ചെയ്യണം, അത്യാവശ്യം ആക്ടിവിറ്റി ഒക്കെ ചെയ്യണം നമ്മൾ. ആ രീതിയോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റാണ് വരുന്നത്. എന്താ അയ്യേ ഓളോ നല്ല വിശേഷങ്ങൾ പോണു.
ഇങ്ങനെയൊക്കെ വന്നാൽ മതിയോ? കുറച്ച് പൈസ കയറിപ്പോയി കുറച്ച് വിഷമമുണ്ട് അത്രേ ഉള്ളൂ. എയറിൽ കൊണ്ടുപോയമാർക്കും സംഭവിച്ചത് ആദ്യം കിട്ടില്ല. ഇന്നലെ എനിക്ക് മറ്റേ പായസ് ഇതാക്കി തന്നോട്ടാ ഫേസ് ഐ ഡി ബാലൻസ് ഒക്കെ എനിക്കറിയില്ലായിരുന്നു എസ് ബി ഐയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഫേസ് റെക്കഗ്നിഷൻ, ആ ബയോമെട്രിക് ഓതന്റിക്കേഷൻ. അവനോടല്ലേ ജോലി ആക്ടിവേറ്റ് തുടക്കമായോണ്ടടാ. ഇതിപ്പോ നിങ്ങൾ ഇതിൽ അപ്പിയർ ചെയ്ത് തുടക്കമായതുകൊണ്ട് ഞാൻ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കമായതുകൊണ്ടാണ് പല കാര്യങ്ങളിൽ ഫ്ലോയിൽ വരാത്തത്. ഇത് 10 ഈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊരു എന്താ പറയാ സാധാരണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആര് കാണാനല്ലേ ഈ ബ്ലോഗൊക്കെ, പക്ഷെ ആരെങ്കിലും കാണും. കാണുന്നവര് കാണുക, കാണാത്തവര് തോക്കേണ്ടവർ കാണാത്തവര് ജയിക്കേണ്ടവർ കാണിക്കാൻ ജയിക്കും. ശ്രമിക്കുക. ജയിച്ചവരൊന്നും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കും. അതെ അതെ ഒറ്റന്റെ ചരിത്രമാണ് ജയിക്കാൻ വന്ന പ്രചോദനം അതെ 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 വരും. വരും. എല്ലാവരും വരും. ശിവൻ രക്ഷപ്പെടും ഉറപ്പാ. ഷുഡ് ഉറപ്പായിട്ട് ഷുഡ്. ഉണ്ടായി, ഞാനൊന്നും ഇവര് രണ്ടും ഞാൻ എടാ ഞാനെന്ന് പറഞ്ഞപ്പോ ഇവനെ ഇങ്ങനെയാണ് ഇതുണ്ട് കേട്ടോ ഈ ക്യാമറ ഓണാക്കിയപ്പോ കണ്ടന്റ് അല്ലെങ്കിൽ എന്തോരം ഭർത്താവ് പറയുന്നു നമ്മളല്ലെങ്കിൽ പ്രശ്നം ആരെങ്കിലും പറ്റിക്കുന്നതോ. ഇന്നലത്തെ കണ്ടന്റ് എന്തായിരുന്നു? ദാനല്ലേ? ദാനം. ദാനം ദാനം പിച്ചെടുക്കുന്നവരിലെ രക്ഷയെടുക്കുന്നവരെല്ലാം ഉടായ്പായിരുന്നു. അതെന്താ? എടാ മറ്റേ പറഞ്ഞില്ലേ ധർമ്മക്കാര് വന്നിട്ട് നമ്മൾ പറ്റില്ല. എന്നെ കുറച്ച് പൈസ ഞാൻ കൊടുത്തേനെ. ആ കഥ ഒന്നോട് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ താങ്കൾ? ഇല്ല. രക്ഷപ്പെട്ടോട്ടെ, നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകുന്നവരൊക്കെ കൊണ്ടോട്ടെ. അതെ അത് പക്ഷേ ശരിക്കുള്ളവർക്കും കൂടെ ഇനിയാവും. അതാണ് പ്രശ്നം. അതെ അതെ അതെ. നമുക്കൊരു 10 രൂപ കൊടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ സഹായിക്കാൻ തോന്നുന്നു കഴിയുമ്പോൾ ഉടായ്പാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് വാങ്ങിക്കാം. നമ്മളാരും സഹായിക്കുന്നവർ നമ്മൾ നടക്കണം. അതെ അതെ. കുറെ പൈസ കിട്ടിയിട്ടുണ്ടല്ലോ വെറുതെ കൊടുക്കാനായിട്ട്. നമ്മളോട് ആരെങ്കിലും കടയൊക്കെ കൊടുക്കും, കടയൊക്കെ ചോദിക്കുമ്പോഴത്തേനും കടയല്ല കടയൊക്കെ ചോദിക്കുമ്പോഴത്തേനും എന്താ പറയാ കൊടുക്കുക, പിന്നെ തിരിച്ചു മേടിക്കരുത്. വലിയ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോട് കൊടുക്കുക. ചിലർക്ക് എന്താ പറയാ ചിലർക്കൊക്കെ കൊടുക്കുന്നത് തിരിച്ച് മേടിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആരിലൊക്കെ ചോദിക്കുവാണെങ്കിൽ കാശ് കിട്ടുമ്പോൾ പറയുന്നത്. അതെ കേട്ടോ നോക്കുക എന്ത് തേങ്ങയാണ് എടാ ഇത് സംഭവിക്കും. ഇത് സംഭവിക്കും. എന്തേലൊക്കെ പറയണ്ടേ, ജീവിതമല്ലേ, മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. നമുക്ക് ചായ സ്കോറിൽ പോയിട്ട് ദിവസം വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ജനമല്ല അപ്പൊ എല്ലാവരും അപ്പൊ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളല്ലോ. അപ്പൊ അവര് പറയുമ്പോ തലയ്ക്ക് വളം തന്നെയാണല്ലേ. ഇവരൊക്കെ അംഗീകരിക്കും. നമ്മൾ റീച്ച് ഔട്ട് ആവുകയാണെങ്കിലല്ലേ, നമ്മൾ റീച്ച് ആവുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും. ബഡ്ഡിങ് സ്റ്റേജിൽ എല്ലാവരും എന്താ പറയാ കുറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് പേരും കാര്യം അംഗീകരിക്കില്ല. നമ്മൾ ചെയ്യണൊക്കെ പിന്നെ പ്രാന്ത് എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. ഏത് സിനിമയിലാണ് പറയാ ഫഹദ് ഫാസിൽ പറയില്ലടാ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് കുറവായി പോകും. അതാണ് റിയാലിറ്റി. ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. എന്താണ് പാഷൻ? എന്താണ് പാഷൻ? എന്താണ് പാഷൻ? ഒരു രൂപ പോലും ശമ്പളം മേടിക്കുക. പാശ്ചാത്യരാജ്യങ്ങളൊക്കെ കയറി തിരിച്ചാ നിനക്ക് വരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാരും അങ്ങനെ പറഞ്ഞ ഇപ്പൊ നമുക്ക് നടക്കണ സ്വാഭാവികം. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇപ്പൊ ഏതൊരു ഈ ഇടയ്ക്കൊരു സംഭവം വൈറലല്ലടാ, ഒരു പുള്ളി പറയുന്നത് ഇപ്പൊ നമ്മള് ഏത് സിനിമാ നടന്മാരെയൊക്കെ സിനിമ ഇറങ്ങുമ്പോഴത്തേനും പോയി സ്റ്റാറ്റസ് ആക്കും. അത് ഡയറക്ടറെ അറിയില്ലായിരിക്കും, ആക്ടറെ പോയി മര്യാദയ്ക്ക് അറിയില്ലായിരിക്കും. കൂട്ടുകാരന്മാരെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും മെജോറിറ്റി ആൾക്കാരും എന്താ പറയാ എനിക്കറിയില്ല എന്താ ചവിട്ടും അങ്ങനെ തന്നെ പറയാം. എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെയല്ല പറയാം. മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്. എനിക്കറിയില്ല, നമ്മള് പോപ്പുലർ അല്ലാത്തോണ്ടാ. പക്ഷെ ഇങ്ങനെയല്ലേ ആവുന്നേ. പോപ്പുലർ ആയി കഴിയുമ്പോഴത്തേക്കും ഇവര് തന്നെ സപ്പോർട്ട് ചെയ്യും. ഇവര് പറയും നമ്മളോട് പഠിച്ച മറ്റേ മറിച്ച എന്നൊക്കെ പറയും. ഈ പ്രശ്നേഷനെ എല്ലാവരും കളിയാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനൊക്കെ ഡെയിലി വർക്ക് ഉണ്ട്, അവനെ ഷൂട്ട് പോകും. അതെ പണ്ടന്മാര് നമുക്കിട്ടാണല്ലോ. ബോച്ചനെ ആദ്യം തന്നെയായിരുന്നു എല്ലാവരും ഇതല്ലായിരുന്നോ. ബോച്ച രക്ഷോട്ട് ഭയങ്കര സെറ്റപ്പായി. ചെറിയൊരു അതൊക്കെ അന്താരാഷ്ട്ര ലെവലിലേക്ക്
പച്ച വീട്ടിൽ പ്രശ്നം ഇച്ചിരി എന്താണ് അവന് ഇഷ്ടമുള്ളതാണ് ചെയ്യണം അത്രേ ഉള്ളൂ. സംഭവം അടിപൊളിയുടെ പുള്ളിയുടെ വീഡിയോ ഞാൻ കാണുമായിരുന്നു. ഞാൻ ഫസ്റ്റ് കൊറോണ സമയത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്ത് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ആ വീഡിയോ കണ്ടപ്പോൾ സാറ്റിസ്ഫാക്ഷനാ. ട്രാക്ക് മാറ്റിയപ്പോഴത്തേക്കും അതെനിക്കറിയില്ല, എനിക്ക് റീച്ച് ഔട്ട് ആകുമ്പോ പലർക്കും അവരുടെ ഇതും അവന്റെ ഇഷ്ടം ചെയ്യണം അത്രേ ഉള്ളൂ. നമുക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ. നമ്മൾ കണ്ട നമുക്ക് താല്പര്യം നമ്മൾ കാണാം. വേറെ കേസെന്നായിട്ട് നമ്മൾ കണ്ട് ശീലിച്ച രീതി അതല്ല, അതായിരിക്കാം. കണ്ട് ശീലിച്ച രീതിയിൽ നിന്ന് പുള്ളി തൊട്ടാനും പിടിച്ചാനൊക്കെ അതെ അത് പോട്ടെ. അല്ല ഞാൻ നമ്മളങ്ങനെ അവനെ എന്തൊക്കെ പോണെന്നാ. ഇല്ല, നമ്മളിത് വ്ലോഗാണല്ലോ, നമ്മൾ ചർച്ച ചെയ്യുവാണല്ലോ. ദാറ്റ്സ് വാട്ട് വി ആർ ഡിസ്കസിങ്. അല്ല എന്തെങ്കിലും ഒരു രീതിയിൽ ഈ വീഡിയോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവനക്കൊരു പ്രശ്നമാകരുത്. ഇല്ല, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാറുണ്ട്. പുള്ളി ട്രോളൊന്നുണ്ടായിരിക്കുമല്ലോ, നമ്മളതായിരിക്കും. അതേപോലെ അവനൊന്നുമില്ലല്ലോ, അവൻ ട്രോളോ എന്തോ ചെയ്തോട്ടെ. നമുക്ക് താല്പര്യം നമുക്ക് താല്പര്യം കാണാതിരുന്നപ്പോ നീ അല്ല ഇന്നലെ എന്റെ വീട്ടിൽ കംപ്ലീറ്റ് അതിനായിടും. നീ എന്റെ ആളല്ലേ, എനിക്ക് ഇഷ്ടമുള്ള അത് പുള്ളിയുടെ ഇഷ്ടമല്ലേ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിന്നെ പോലെ പ്രശ്നേഷ് എന്ന് പറഞ്ഞ ഒരു പുള്ളിനെ പോവാ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ നമ്മളത്ര തെറ്റപ്പെടുന്നു. നമ്മളോട് ചുമ്മാ ചെയ്യോ എന്നാ പറയട്ടെ, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്തു, നാട്ടുകാരെന്നാ പറയും എന്ന് പോയിക്കൊണ്ടിരുന്നാല് മറുപടിയില്ല. പക്ഷെ ചെറിയൊരു ലെവലിൽ നമ്മൾ അത് പിടിക്കണം. ബട്ട് ഇത് ഇച്ചിരി ഓവറായിട്ടുള്ള ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ മീൻസ് ഞാൻ പറയട്ടെ, അവനക്ക് ചെയ്യാൻ തോന്നുന്നു, അവൻ ചെയ്യണു, അവൻ വീഡിയോ എടുക്കും, അവൻ തെറിയാക്കും. മേ ബി നെഗറ്റീവ് ഹുക്ക് ഉണ്ട്. ഹുക്ക് എന്ന് പറഞ്ഞ സംഭവം ആയിരിക്കും അവൻ ചെയ്യുന്നത്. പക്ഷെ അവൻ നേരത്തെ ചെയ്തോണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ല നേരത്തെ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ക്ലീൻ ആയിക്കൊണ്ടിരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളായത്. അതായത് ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് എന്റെ ടാങ്ക് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണാനും നമുക്കത് വൃത്തിയാവണമെന്ന് കാണാനും നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അവൻ പൊതു ഏരിയകളിലേക്ക് ഇറങ്ങി എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഇതാക്കാൻ തുടങ്ങി. അതാണ് ഇത്ര നെഗറ്റീവ് കമന്റ്സ് തന്നെ. ഈ യൂട്യൂബ് ചാനലിൽ ഒരു കരാ നോക്കിയാലോ. ഓരോ സാധനമായിട്ട് ഓരോ പേര് മാറ്റാം. നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ കാരണം ഇന്നത്തെ കണ്ടന്റിലൂടെ പോയതല്ലേ. ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും കാണൂല. ദിവസം ഒരു മണിക്കൂർ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോണ്ട് നമ്മള് ആരും നന്മവരൊന്നും അല്ലടിയാ സത്യത്തില്. നമുക്ക് നമ്മുടേതായ എത്തിക്സ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നിന്റെ കൊച്ചിനോട് ഇരുന്ന് പുള്ളി കാണാൻ പറയണം. കണ്ടോളൂ. അവള് കാണുമോ? അവളെ അരമണിക്കൂർ ഞാൻ വന്ന് കൊച്ചു മീൻസ് ഇവൻ ഓൾറെഡി മാരീഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെയൊക്കെ ഓർത്ത് നടക്കുന്നമാര് രക്ഷപ്പെടും, അല്ലാത്തമാര് വളയും. അതുകൊണ്ടല്ല നമ്മളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കണേ. എങ്ങനെ എന്തോ പറഞ്ഞ ലാസ്റ്റ് എനിക്കിട്ട് തോന്നാ മിറ്റില് തിന്നെ ചോദിക്കണേ ചായ ഞങ്ങൾ മാറ്റി വെക്കുന്നത്. അവന്റെ ലാസ്റ്റ് ഞാൻ ചോദിക്കോട്ടെ, ഈ ഇതിന്റെ പേരാണ് ട്രൈപ്പോഡാ? ട്രൈപ്പോഡ് അപ്പൊ കേട്ടത് കേട്ടോ. അങ്ങനല്ല ഞാൻ ചോദിച്ചത്, ട്രൈപ്പോഡില് നമുക്ക് വീഡിയോ എടുക്കുക ഇങ്ങനെ നേരെയുള്ള വീഡിയോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചത് എന്തോ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാം പുഴുങ്ങി തിന്നുന്നു രാത്രി ചോറിനോട് കറിയാക്കി കൂട്ടുന്നു. പോയാലോ. So we are winding up with Kara part. Kara series. Kara series ഇട്ടല്ലോ. So this is Kara series with Chaya mates. ഇല്ല, നമുക്കിതൊരു സീരീസ് ആയിട്ട് ചെയ്യാം. സോ സംടൈംസ് ഒരു വീക്ക് വൺസിനെ വരും, അതായത് മന്ത്ലി വൺ ടൈം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാര്യമല്ല പറയണേ, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മുടേതായ വീക്ഷണ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. സോ ഇൻട്രൊഡ്യൂസിങ് ന്യൂ സീരീസ് കര വിത്ത് മൈ ഫ്രണ്ട്സ്. ഞങ്ങൾ ഉണ്ടായില്ലെങ്കിലോ ഉള്ളപ്പോ ചെയ്യും, അത്ര തന്നെ. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. 6:15 പെട്ടെന്ന് വീട്ടിൽ പോട്ടെ.